സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. കൊച്ചിയെയും സമീപ പ്രദേശങ്ങളെയും വിറപ്പിക്കുകയാണ് ഗുണ്ടാ സംഘങ്ങൾ. നമ്മുടെ നിയമ സംവിധാനങ്ങളെ പോലും വെല്ലുവിളിച്ചിട്ട് ഇവർക്കെതിരെ പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. കൊച്ചി നഗരത്തിലെ ബാറിലെ വെടിവെപ്പും ആലുവയിൽ നിന്ന് യുവാക്കളെ തട്ടിക്കൊണ്ടുപോയ സംഭവവും കാർ യാത്രക്കാരനെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ച കേസും ചൊവ്വരയിൽ കഴിഞ്ഞ ദിവസം കൊട്ടേഷൻ ആക്രമണം ഉണ്ടായിട്ടും പോലീസ് ജാഗ്രത പാലിക്കാത്തത് എന്തുകൊണ്ടാണ്? ചൊവ്വരയിലുണ്ടായ കൂട്ടാക്രമണം കൊട്ടേഷൻ എന്നാണ് സൂചന. കേസിൽ 5 പേർ പിടിയിലായിട്ടുണ്ട്. ആസൂത്രിതമായ ആക്രമണത്തിന് പിന്നിൽ ആരാണ്? ഡാനി പോൾ ചേരുന്നു വിശദാംശങ്ങളുമായി. ഡാനി, ഈ സമീപ ദിവസങ്ങളിൽ തന്നെ നിരവധി അക്രമ സംഭവങ്ങളാണ് കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലും ആലുവ, പെരുമ്പാവൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലും ഉണ്ടായത്. ഇതിനെല്ലാം പിന്നിൽ കൊട്ടേഷൻ, ഗുണ്ടാ സംഘങ്ങളെന്ന കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ആലുവ ചൊവ്വരയിലുണ്ടായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഏറെ നടുക്കമുണ്ടാക്കുന്നതായിരുന്നു. കൊട്ടേഷൻ ആക്രമണം എന്ന സൂചനയുണ്ട്. ആരാണ് അതിന് പിന്നിലെന്ന് വിവരം ലഭ്യമായിട്ടുണ്ടോ? അതോ ഒരു കുടിപ്പകയുടെ ഭാഗമായി അതല്ലെങ്കിൽ വ്യക്തിവിരോധത്തിന്റെ ഭാഗമായിട്ടുള്ള ആക്രമണം എന്ന രീതിയിൽ മാത്രമാണോ പോലീസ് ഇതിനെ കാണുന്നത്? ഡാനി, ടോം, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ആക്രമണം, അത് കുറച്ച് നാൾ മുൻപ് അവിടെ ഈ വാഹനം സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കം, അത് പിന്നീട് ചെറിയ രീതിയിലൊരു സംഘർഷത്തിലേക്ക് വന്നിരുന്നു. പിന്നീട് അത് പറഞ്ഞു തീർത്തിരുന്നു. പക്ഷെ അപ്പോഴും ഈ പക അവസാനിക്കുന്നില്ല എന്നതാണ്. അതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഈ ആക്രമണം. അത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ അവിടെ ഉണ്ടായിരുന്ന അന്ന് ഈ സംഘർഷം ഉണ്ടാകുമ്പോൾ അതിലുണ്ടായിരുന്നവരാണ് പിന്നീട് ഒരു സംഘത്തെ തന്നെ അവിടേക്ക് കൊണ്ടുവരുന്നത്. അവർ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ളവരാണെന്നാണ് പോലീസ് പറയുന്നത്. അതായത് കൃത്യമായും കൊട്ടേഷൻ സംഘം നടത്തിയ ആക്രമണം തന്നെയാണ് ഇതെന്നാണ് പോലീസിന്റെ ഒരു അന്വേഷണത്തിൽ, ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഏതാണ്ട് 8 അംഗ സംഘം ഇവിടേക്ക് വരുന്നു, മാരകായുധങ്ങളുമായി എത്തുന്നു. വടിവാളും ചുറ്റികയും അടക്കമുള്ള പല ആയുധങ്ങളുമായിട്ട് ഇവിടേക്ക് എത്തുകയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അവരെ ഗുരുതരമായി പരിക്കുപറ്റിയ സുലൈമാൻ, മുൻ കൗൺസിലറാണ് അദ്ദേഹത്തെ ഇവർ ആക്രമിക്കുന്ന രീതി, തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തുകയാണ്. പിന്നീട് താഴെ വീണ് അദ്ദേഹത്തെ വെട്ടുന്നു. ഇതൊക്കെ വലിയ രീതിയിൽ ലഹരിക്ക് അടിപ്പെട്ടവർ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണെന്നാണ് പോലീസ് പറയുന്നത്. അതുമാത്രവുമല്ല, ചുറ്റുപാടുമുണ്ടായിരുന്ന മുഴുവൻ പേരിലേക്കും ഈ ആക്രമണം അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത്. 8 പേരടങ്ങുന്ന സംഘം വലിയ രീതിയിൽ ചുറ്റുപാടുള്ളവരെല്ലാവരെയും തന്നെ ആക്രമിക്കുന്നു, ഭയപ്പെടുത്തി ഓടിക്കുന്നു. ഒരു അക്രമം നടത്താൻ അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കാൻ, കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു പലർക്കും നേരെയും വാള് വീശിയത്. ഈ സുലൈമാൻ അടക്കം വലിയ രീതിയിൽ പരിക്ക് പറ്റുന്നു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെ ചികിത്സയിൽ തുടരുന്നു. ഇങ്ങനെയെല്ലാം ആക്രമിക്കണമെങ്കിൽ ഇതൊരു തൊഴിലായിട്ട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവർ, അല്ലെങ്കിൽ ലഹരിക്ക് അത്രമേൽ അടിപ്പെട്ടുകൊണ്ട് പോകുന്നവരൊക്കെ, അവർക്കൊക്കെ ഇതിന് കഴിയുമെന്നാണ്. സാധാരണ ഒരു മനുഷ്യനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ട് ഉപദ്രവിക്കാൻ കഴിയില്ല. അപ്പോൾ അത്രക്കാരാണ് ഇവിടെ ഒരു ആക്രമണം അഴിച്ചുവിട്ടതെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ കുറച്ചു പേര്, 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ളവരെ കിട്ടാനുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇത് ഒരു സംഭവം മാത്രമാണ്. പക്ഷേ ചുറ്റുപാടും ടോം ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറേ നാളുകളായി കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടമാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു അതിശോക്തിയും ഉണ്ടാവില്ല. പോലീസ് പറയുന്നത് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നുണ്ട്, അറസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നെല്ലാമാണ്. പക്ഷേ ഒരു അക്രമ സംഭവത്തിന് തടയിടാൻ പോലീസിന് കഴിയുന്നില്ല എന്ന സുപ്രധാനമായൊരു ചോദ്യമുണ്ട്. അതിന് പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഈ അടുത്ത സംഭവങ്ങളെല്ലാം തന്നെ ഉദാഹരിക്കുന്നതും അതുതന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏപ്രിൽ മാസത്തിലെ ആലുവയിൽ തന്നെ മറ്റൊരു സംഭവവും ഇതോടനുബന്ധിച്ച് തന്നെ ഉണ്ടായിരുന്നു. ഒരു യൂസഫ് എന്നൊരാളെ കാറിനകത്ത് വെച്ച ഗുണ്ടകൾ, 2 ബൈക്കിലെത്തിയ 2 പേർ മാരകമായി ഉപദ്രവിക്കുന്നു. അയാളുടെ ദേഹമാസകലും ശരീരത്തെ പരിക്കുപറ്റുന്നു, മുഖത്തും എല്ലാം തന്നെ അടിയേൽക്കുന്നു, ചോരയൊലിപ്പിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ അതും നടന്നതും ആലുവയിൽ തന്നെയാണ്. ഇതൊന്നും പലപ്പോഴും ആക്രമണം അഴിച്ചുവിടുമ്പോൾ അത് ചുറ്റുപാടുമുള്ളവരല്ല, അത് മറ്റുള്ളവരാണ് എന്നെല്ലാം തന്നെ പറയാറുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെയൊന്നുമല്ല. ഇത് തീർത്തും ഗുണ്ടാ ആക്രമണങ്ങൾ തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. പോലീസിനും അത് തികഞ്ഞ ബോധ്യവുമുണ്ട് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇത്തരം അതുതന്നെയാണ് കാരണം നേരത്തെ ന്യൂസ് 8 ഗുണ്ടാ നേതാവായ ഔറംഗസേബ് നൽകിയ അഭിമുഖത്തിൽ പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നു. കൊച്ചിയിലെ ഗുണ്ടാ പ്രവർത്തനത്തെക്കുറിച്ച്
300-ലധികം യുവാക്കൾ ആലുവ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് വിവിധ ഗുണ്ടാ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനു മുൻപ് മരട് അനീഷും സംഘങ്ങളും വീണ്ടും രംഗത്തിറങ്ങുകയും പിന്നീട് തെരുവിൽ പരസ്പരം തമ്മിൽ തല്ലുന്ന കാഴ്ചകൾ, ഈ പെരുമ്പാവൂർ അനസിനെ കുറിച്ച് ഔറംഗസേബ് നടത്തിയ വെളിപ്പെടുത്തൽ, അങ്ങനെ നിത്യസംഭവങ്ങളാണ്. പലപ്പോഴും ഈ ഭായ് നസീറിന്റെ സംഘങ്ങൾ കൊച്ചിയിലെ ബാറിൽ നടത്തിയ വെടിവെപ്പ്, ഇതൊക്കെ ഈ സമീപ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങളാണ്. എന്തുകൊണ്ടാണ് പോലീസ് ഇതൊന്നും കണ്ടിട്ടും കാണാതെ നടിക്കുകയാണോ, അതോ പോലീസ് ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കാത്തതിന്റെ കാരണം എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത് ഡാനി? തോമസ്, സംസ്ഥാന പോലീസിന്, ആഭ്യന്തര വകുപ്പിന് ഒരു ഇന്റലിജൻസ് സംവിധാനം സുശക്തമായിട്ട് തന്നെയുണ്ട്. ഇതിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നടപടിയെടുക്കുക, ഏതെങ്കിലും ഗുണ്ടാ സംഘങ്ങൾ കരുത്താർജിക്കുക, അല്ലെങ്കിൽ അവരുടെ കുടിപ്പകകൾ ഉണ്ടാകുക, അവർ പ്രതികാരം ചെയ്യാൻ ഇറങ്ങുക, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളെല്ലാം തന്നെ പോലീസിന് കിട്ടുന്നില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ പോലീസ് ഒരു നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നതാണ്. ഗുണ്ടാ സംഘങ്ങൾ തമ്പടിക്കുന്നു. പക്ഷേ ഒരു പ്രിവെന്റീവ് എന്നുള്ള രീതിയിൽ എന്താണ് പോലീസ് ഇതുവരെയും കൊച്ചിയിലടക്കം ചെയ്തിട്ടുള്ളത് എന്നതാൽ ചോദിച്ചാൽ വലിയ രീതിയിലൊരു ഉത്തരവൊന്നും പറയാൻ പോലീസിന് കഴിയുന്നില്ല എന്നതാണ്. നമുക്കറിയാം, ഇവിടെ കടവന്ത്രയിൽ ബാറിലുണ്ടായിരുന്ന വെടിവെപ്പ് സംഭവത്തെക്കുറിച്ച് അറിയാം. ആ കാര്യങ്ങളെല്ലാം, ആ സംഘത്തെക്കുറിച്ച് കൃത്യമായി പോലീസിന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഒരു സമയമെടുത്ത് മാത്രമാണ് അതിലേക്ക് തന്നെ മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിരുന്നത്. അപ്പം ആലുവയിൽ നിന്ന് അടുത്തയിടെ 3 യുവാക്കളെ തട്ടിക്കൊണ്ടുപോയിരുന്നു. ആലുവ നഗരമധ്യത്തിൽ നിന്ന് പകൽ തന്നെ തട്ടിക്കൊണ്ടുപോയിരുന്നു. ഇത് നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇത് എന്താണ് എന്നത് സംബന്ധിച്ച് പോലീസിന് ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇത്തരം പറച്ചിലുകൾ അതിൾക്ക് അപ്പുറത്തേക്ക് ഒരു നടപടികളിലേക്ക് കടന്നുകൊണ്ട് ഇവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് കൃത്യമായി വിശദീകരിക്കാൻ, അതിനൊരു തടയിടാൻ കഴിയുന്ന രീതിയിലേക്ക് കൊച്ചി സിറ്റി പോലീസിൻ്റെയോ റൂറൽ പോലീസിൻ്റെയോ പ്രവർത്തനം മാറിയിട്ടുണ്ടോ എന്നത് സംശയകരമായ ഒരു കാര്യമാണ്. ആലുവയിൽ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ആലുവ പോലീസ് ഒരു പരാജയമാണെന്ന് തന്നെ പറയേണ്ടി വരില്ലേ ഡാനി? ആലുവയില് പട്ടാപ്പകലാണ് 3 യുവാക്കളെ തട്ടിക്കൊണ്ടുപോയത്. അതിന് പിന്നില് സ്വർണ്ണ പൊട്ടിക്കൽ അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കലോ സ്വർണ്ണക്കടത്തോ ആണെന്നൊക്കെ സംശയങ്ങൾ വന്നിരുന്നു. പക്ഷെ ആരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്നോ ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്നോ കണ്ടെത്താൻ പോലും പോലീസിന് 1 മാസം കഴിഞ്ഞിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് എന്താണ് ഇപ്പോൾ ഈ പോലീസിന്റെ ഒരു പരാജയമായി തന്നെ കാണേണ്ടതല്ലേ, പോലീസിന്റെ വീഴ്ചയായി തന്നെ കാണേണ്ടതല്ലേ ഡാനി? വീഴ്ചയല്ലാതെ മറ്റെന്താണ് അതിന് പറയേണ്ടത്? കാരണം ഇതല്ലാതെ മറ്റൊന്നുമല്ല. ഇതിനു മുൻപ് സമാന സംഭവങ്ങൾ ഉണ്ടാകുന്നു. അന്ന് തട്ടിക്കൊണ്ടുപോയ ആൾക്ക് അല്ലെങ്കിൽ ഇതിൽ പ്രതിയാക്കപ്പെടേണ്ട ആൾക്ക്, ഇത് 2 പേർക്കും പരാതിയില്ലാതെ പറഞ്ഞു തീർക്കപ്പെടുമ്പോൾ പോലീസിന് അത്രയും ആശ്വാസം എന്ന രീതിയിൽ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത് എങ്ങനെയാണ് സംഭവിച്ചത്, ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഇതൊരു കേസ് പരാതിയില്ലാതെ തീർന്നു എന്നതിൽ ആശ്വാസം കൊള്ളേണ്ട ഡിപ്പാർട്ട്മെൻ്റൊന്നും അല്ല പോലീസ്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നെ തയ്യാറാകണം. അന്ന് അന്വേഷിച്ചിരുന്നുവെങ്കിൽ രണ്ടാമതുണ്ടായ 3 പേരെ തട്ടിക്കൊണ്ടുപോകൽ കേസിലെ പ്രതികളിലേക്ക് വളരെ പെട്ടെന്ന് പോലീസിനെ കടന്നു ചെല്ലാൻ കഴിയുമായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഇതുപോലെ പരാതികളില്ലാതെ അവരവിടെ എവിടെയെങ്കിലും വെച്ച് പറഞ്ഞു തീർത്തിട്ടുണ്ടെങ്കിൽ അത് ആ വഴിക്ക് പോട്ടെ എന്ന തീരുമാനത്തിലേക്ക് പോകേണ്ടവരല്ല പോലീസ് ഉദ്യോഗസ്ഥർ. അതിൽ എന്താണ് ഇതിൽ നടന്നിരിക്കുന്നത്? ഇവിടെ ഈ രീതിയിൽ ഒരു ഓർഗനൈസ്ഡ് ആയ ഒരു സമാന്തരമായ രീതിയിൽ തന്നെ ഒരു പാരലൽ സിസ്റ്റം ഉണ്ടെങ്കിൽ അതിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പോലീസിനെ ഇത് പൊളിച്ചെടുക്കേണ്ട ഒരു ബാധ്യത, അത്തരം ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെയുള്ളൊരു വകുപ്പും ഉദ്യോഗസ്ഥരും തന്നെയാണ് പോലീസ്. ആ രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ മാറേണ്ടതുണ്ട്. കൊച്ചിയിൽ നടക്കുന്ന ഗുണ്ടാ സംഘങ്ങളുണ്ടെങ്കിൽ അവരെ അമർച്ച ചെയ്യേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ രീതിയിൽ പെട്രോളിംഗ് നടത്തേണ്ട കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഈ കൃത്യമായ നിരീക്ഷണ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ രീതിയിലെല്ലാം പോകുന്നത്. വഴിയരികിലെ CCTV ക്യാമറകളിൽ പതിയുന്ന ദൃശ്യങ്ങളിൽ കണ്ട കള്ളനെയും അല്ലെങ്കിൽ കവർച്ചക്കാരനെയും അക്രമികളെയും പിടിക്കുന്ന കാലം എത്ര കാലം പോലീസിന് അനുവർത്തിക്കാൻ കഴിയുമെന്ന ചോദ്യം അവരോട് തന്നെ ചോദിക്കേണ്ടതാണ്. ടോം, ഡാനി, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കൊച്ചി നഗരത്തിലേക്ക് തന്നെയാണ്. കൊച്ചി അധോലോകത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ പുറത്തുവിട്ടതാണ്. ഈ വിഷയത്തിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ പിന്നീട് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൊച്ചി ഇപ്പോഴും ഈ ഒരു കൊച്ചിയും ആലുവയും ഒരു ക്രൈം സ്പോട്ടായി മാറുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരത്തു നിന്നുള്ള കൊട്ടേഷൻ സംഘം കൊച്ചിയിൽ നിന്നും യുവാക്കളെ തട്ടിക്കൊണ്ടുപോകുന്നു.
ഈ ചുവരയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ കൊട്ടേഷൻ ആക്രമണം, അതിന് പിന്നിൽ മലപ്പുറം സ്വദേശിയാണ് അതിലെ മുഖ്യപ്രതി എന്ന് കൊട്ടേഷൻ ഏറ്റെടുത്തതെന്ന് പറയപ്പെടുന്നുണ്ട്. അത്തരം ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഈ കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിലെ മറ്റ് ജില്ലകളിലെ കൊട്ടേഷൻ സംഘങ്ങളും തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് തന്നെയല്ലേ ഈ സംഭവങ്ങളെല്ലാം പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ് അതിനെ കരുതേണ്ടതും മനസ്സിലാക്കേണ്ടതും. കാരണം ഇന്ന് പോലീസ് സംവിധാനത്തെക്കാൾ സുശക്തമായ രീതിയിൽ വളരുന്നത് ഒരുപക്ഷെ ഇത്തരം സമാന്തര ലോകങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അവരുടെ നെറ്റ്വർക്ക് കുറെ കൂടി വിപുലമാവുകയാണെന്നാണ് മനസ്സിലാകുന്നത്. അത് എല്ലാ രീതിയിലും അത്തരത്തിലേക്ക് ഇപ്പോൾ മയക്കുമരുന്നായാലും സ്വർണ്ണക്കച്ചവടമായാലും ഏത് രീതിയിലുള്ള ഇടപാടുകളായാലും അവരുടെ ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനം അതിവിപുലമായി മാറുകയാണ് എന്നതാണ്. അതായത് എവിടെ നിന്നും അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വരുന്നു. ബാംഗ്ലൂരിലുള്ളൊരു ക്രൈം സിൻഡിക്കേറ്റിനെ കൊച്ചിയിലോ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയോ കാര്യങ്ങൾ നടപ്പാക്കാൻ അവർക്ക് അവരുടേതായ ഒരു കണ്ണികളും സമ്പ്രദായങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ള രീതിയിലേക്കാണ് ഇപ്പോൾ പൊതുവിൽ കാര്യങ്ങൾ കാണുന്നു. അപ്പോൾ ഇത്തരം നെക്സസുകളെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആ കണ്ണികൾ പൊട്ടിച്ചെടുക്കേണ്ട ബാധ്യത പോലീസിന് തന്നെയാണ്. ആ രീതിയിലേക്ക് ഒരു ഈ ക്രൈം ലോകം മാറുന്നുവെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തി തരുന്നത് ആ രീതിയിലുള്ളതാണ്. എന്തും ചെയ്യാൻ മടിക്കാത്തവരായിട്ട് തന്നെയും കുറേ അധികം യുവാക്കൾ ചെറുപ്പക്കാരെല്ലാം തന്നെ ഇങ്ങനെ സംഘടിക്കുന്നുണ്ടെങ്കിൽ അവരെ ഓരോ സംഘങ്ങളുടെയും പേര് ചൊല്ലി വിളിക്കുന്നുണ്ടെങ്കിൽ ഓരോ ഗുണ്ടാ നേതാവിനും സ്വന്തം ഒരു ഗ്യാങ്ങായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നോക്കി നിന്നുകൊണ്ട് അത് അവരുടെ ഗ്രൂപ്പ് ഇവരുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് പോലീസ് ലേബലൊട്ടിച്ച് കൊടുക്കലല്ല പോലീസിൻ്റെ പണി. പോലീസ് കൃത്യമായ രീതിയിൽ തന്നെ അതിൽ ഇടപെട്ടുകൊണ്ട് ഈ സംഘങ്ങളെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അല്ല എങ്കിൽ നമ്മൾ വീണ്ടും ഇതുപോലെ കൊച്ചിയിലെയും ബാംഗ്ലൂരിലെയും എല്ലാം തന്നെ ഗുണ്ടാ സംഘങ്ങളെക്കുറിച്ച് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലുള്ള ഈ തട്ടിക്കൊണ്ടുപോകലും അതോടൊപ്പം തന്നെ ഇത്തരം ഈ കൊലപാതകങ്ങളും ഈ തെരുവിൽ ആക്രമണ സംഭവങ്ങളും എല്ലാം പരമ്പരയായിട്ട് തന്നെ തുടരുമ്പോൾ അതിന് തടയിടേണ്ട ഒരു രീതിയിലേക്കെല്ലാം തന്നെ ഇവരുടെ പ്രവർത്തനവും മാറേണ്ടതാണ്. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ കുപ്രസിദ്ധ ഗുണ്ട ഔറംഗസേബ് ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. വരും ദിവസങ്ങളിൽ കൊച്ചിയിൽ ഗുണ്ടാ കുടിപ്പകയുടെ ഭാഗമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാകും. പക്ഷേ ഇത്തരം സംഭവങ്ങളൊക്കെ ആവർത്തിക്കപ്പെട്ടിട്ടും പോലീസ് ഉണരുന്നില്ല എന്നതാണ് ആക്ഷേപകരമായിട്ടുള്ള കാര്യം.